ഹായ് ഓൾ എല്ലാവർക്കും ബിറ്റ്കോയിൻ്റെ ഗോൾഡിൻ്റെ ഒരടിപൊളി പ്രീ മാർക്കറ്റ് അനാലിസിസിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബിറ്റ്കോയിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം $6000 മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്ന ഏകദേശം 1,14,780 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത്. നമ്മുടെ എല്ലാ വീക്കിലി അനാലിസിസിലും നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺസോ അല്ലെങ്കിൽ ഏതൊരു ഇൻഡിക്കേറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോയിലും ബിറ്റ്കോയിൻ്റെയും ഗോൾഡിൻ്റെയും വളരെ ഇൻട്രസ്റ്റിംഗ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അനാലിസിസിലോട്ട് പോകാം. ഞാനിവിടെ ബിറ്റ്കോയിൻ്റെ 4 hour ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുന്ന് പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇനി നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു ഏരിയയും കൂടെയുണ്ട്. ആൻഡ് ഇത് രണ്ട് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കാണാം. അത് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞത്. അതെന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പ്രീവിയസ് ആയിട്ട് നമ്മുടെ വീക്കിലി അനാലിസിസിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കറൻറ്റ്ലി പ്രൈസ് നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈൻ ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ ട്രെൻഡ് ലൈൻ ആയിട്ടുള്ള ഈ ഒരു ഏരിയയും പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ കറൻറ്റ്ലി പ്രൈസ് നമ്മുടെ ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പ്രൈസ് നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് കറൻറ്റ്ലി നിൽക്കുന്നത്. ഏകദേശം 1,14,000 ആ റേഞ്ചിലാണ് ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മൊമെൻറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ നെക്സ്റ്റ് പറയാം. അതിന് മുമ്പ് കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടാകുന്ന ഈ ഒരു അനാലിസിസിൽ നിങ്ങൾ ആരെങ്കിലും പ്രോഫിറ്റോ ലോസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ഏരിയ നമുക്ക് ഇത്രയും നാൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞ വീക്കിലെ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇനി അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ പ്രൈസ് വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് വന്നു. അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതിൻ്റെ പ്രൈസ് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ഒന്ന് ഡൗൺ സൈഡ് ആയി കറൻറ്റ്ലി അതിൻ്റെ താഴെയാണ് പ്രൈസ് നിൽക്കുന്നത്, ആ ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെ. ആൻഡ് ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റണ കഴിഞ്ഞ വീക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വീണ്ടും പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഇവിടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്സൈഡിലോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതും ഓൾ ടൈം ഹൈയിലോട്ടുള്ളൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ പ്രൈസ് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും ഡൗൺ സൈഡ് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കുറേ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ നമ്മൾ ഇതാണ് ആ ഡെയിലി ടൈം ഫ്രെയിമിലെ ആ ഒരു സപ്പോർട്ട് ഏരിയ. ഈ ഒരു ഏരിയയിലോട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 1,12,000 മുതൽ 1,10,450 എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടായിരിക്കും നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ടുള്ള നമ്മുടെ അടുത്ത വീക്കിലോട്ടോ അല്ലെങ്കിൽ അടുത്ത മന്തിലോട്ടോ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബിറ്റ്കോയിൻ ഐഡൻറ്റിഫൈ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. ആ ഒരു ലിക്വിഡിറ്റി ഫുള്ള് പ്രൈസ് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് എന്താണ് സംഭവിച്ചേക്കണേ, നേരെ അപ്സൈഡിലോട്ട് പോയി. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇവിടുത്തെ ലിക്വിഡിറ്റി ഫുള്ള് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം നേരെ അപ്സൈഡിലോട്ട് പോയി. അതുപോലെ തന്നെ ഇപ്പം കറൻ്റ്ലി നിൽക്കുന്നത് ഈ ഒരു സെയിം കാര്യങ്ങളിൽ തന്നെയല്ല നിൽക്കുന്നത്. നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ മേടിച്ചു, അതുപോലെ തന്നെ ഇവിടുന്നും മേടിച്ചു. അതിൻ്റെ പ്രൈസ് ഇനി ഇതിൻ്റെ താഴെ വന്ന് ലിക്വിഡിറ്റി ഫുൾ എടുക്കുവാണെങ്കിൽ നമുക്ക് അപ്സൈഡിലോട്ട് എക്സ്പെക്ട് ചെയ്തില്ലേ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, നമ്മുടെ പ്രൈസ് എപ്പോഴും ആക്ട് ചെയ്യുന്ന ഒരു പ്രീവിയസ് ആയിട്ട് എന്താണോ സംഭവിച്ചിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് വീണ്ടും ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് സ്ഥലത്തും നടന്ന ആ ഒരു സെയിം മൂവ്മെൻറ്റ്സും കാര്യങ്ങളും തന്നെയല്ലേ. അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന പ്രൈസ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഗോൾഡിൻ്റെ അനാലിസിസിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചാലേ. ഓക്കെ, ഞാനിവിടെ ഗോൾഡിൻ്റെ 4 hour ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഫാളിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞ ഈ ഒരു പാറ്റേൺ 4 hour ടൈം ഫ്രെയിമിലെ ഗോൾഡിൻ്റെ ഈ പാറ്റേൺ പ്രൈസ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു അപ്സൈഡിലോട്ടൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. അതായിരുന്നു പറഞ്ഞത്. ആൻഡ് ഇപ്പോൾ കറൻറ്റ്ലി പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കിയേ. നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ 3,371 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിലാണ് കറൻറ്റ്ലി പ്രൈസ് നിൽക്കുന്നത്. ഇവിടുന്ന് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.21% മൂവ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാരെങ്കിലും ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ് ഇപ്പോൾ ഗോൾഡ് കറൻറ്റ്ലി നിൽക്കുന്ന ഒരു നല്ല രീതിയിൽ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലാണ്. അത് ഓൾമോസ്റ്റ് ഒരു 3,375 മുതൽ
3365. ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസ് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെയാണ്. ഓൾമോസ്റ്റ് ഒരു 3407 മുതൽ 3402 എന്ന് പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ടായിരിക്കും നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതല്ല പ്രൈസ് ഇപ്പോൾ കറന്റ് നിൽക്കുന്ന ഏരിയ എന്ന റെസിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗൺ സൈഡിലോട്ടൊരു മൊമെൻ്റ് ആയിരിക്കും. അത് ഓൾമോസ്റ്റ് ഒരു 3301 മുതൽ 3292 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടായിരിക്കും നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഗോൾഡിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ചാർട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് ജസ്റ്റ് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കുറച്ച് മന്ത്സ് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ്സ് തന്നു. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ അതിന് ശേഷം ഇവിടെ നമുക്കൊരു കുറച്ച് മാസം ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. അതുപോലെ ഇപ്പം കറൻ്റ്ലി നിൽക്കുന്ന ഏരിയ നിങ്ങൾ നോക്കിയേ ഗോൾഡിലെ, ഇവിടെ നമുക്കൊരു കൺസോളിഡേഷൻ അല്ലേ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെയും സംഭവിച്ച ഒരു സെയിം കൺസോളിഡേഷൻ അല്ലേ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു അപ്സൈഡിലോട്ടുള്ള മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു പ്രീവിയസ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഈ രണ്ട് മൂവ്മെൻറ്റ്സിനെയും ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബിറ്റ്കോയിൻ്റെയും ഗോൾഡിൻ്റെയും നെക്സ്റ്റ് വീക്കിലോട്ടും കുറച്ച് മന്തിലോട്ടുമുള്ള എൻ്റെ വ്യൂസും കാര്യങ്ങളും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ് അടുത്ത ആഴ്ചത്തേക്കുള്ള ന്യൂസും കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മേജറായിട്ട് 2 ന്യൂസാണ് നമുക്ക് അടുത്ത വീക്കിൽ തേഴ്സ്ഡേയിൽ വരുന്ന ഓൾമോസ്റ്റ് 6 PM നോക്കുവാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസും അതുപോലെ പ്രീം എന്ന് പറഞ്ഞൊരു GDPയുടെ 2 ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ന്യൂസും ഉണ്ട്. അതുപോലെ ഫ്രൈഡേയിൽ നോക്കുവാണെങ്കിൽ 6 PM നമുക്ക് USDയിൽ ഒരു ന്യൂസ് ഉണ്ട്, കോർ PCI എന്ന് പറഞ്ഞൊരു ഹൈ ഇമ്പാക്റ്റ് ന്യൂസ്. അപ്പോൾ ഇത്തരം ന്യൂസാണ് അടുത്ത വീക്കിലോട്ട് ഉള്ളത്. ബിറ്റ്കോയിൻ്റെയും ഗോൾഡിൻ്റെയും ഇത്തരം പറഞ്ഞ വ്യൂസിനും കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊന്ന് DM ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം.